പശ്ചിമേഷ്യയിൽ താൽക്കാലികമായി നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ട് ഗൾഫ് മേഖല വീണ്ടും ഒരു മാരകമായ യുദ്ധഭീതിയുടെ നിഴലിലേക്ക് നീങ്ങുകയാണ്. യമനിലെ ഇറാൻ അനുകൂല ഹൂതി വിമതർ സൗദി അറേബ്യക്കെതിരെ നേരിട്ടുള്ള സൈനിക മുന്നറിയിപ്പുമായി രംഗത്തെത്തിയതോടെയാണ് മേഖലയിൽ കടുത്ത ആശങ്ക രൂപപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിക്കാനോ തങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് മുതിരാനോ ശ്രമിച്ചാൽ അതിശക്തവും ആഘാതമേറിയതുമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഹൂതികൾ സൗദിക്ക് നൽകിയിരിക്കുന്ന അവസാന മുന്നറിയിപ്പ്. ഹൂതി സൈനിക വക്താവ് യഹ്യ സരി പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോ പ്രസ്താവന അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. വെറുമൊരു അതിർത്തി തർക്കത്തിനപ്പുറം സൗദി അറേബ്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിക്കുന്ന തരത്തിലുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത്തവണ ഹൂതികൾ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. സൗദിയിലെ പ്രമുഖ ആഭ്യന്തര അന്തർദേശീയ വിമാനത്താവളങ്ങൾ, വലിയ സമുദ്ര വ്യാപാര തുറമുഖങ്ങൾ, എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾ എന്നിവ തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ഹൂതി വക്താവ് കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടായ ഈ സൈനിക അന്ത്യശാസനം സൗദി അറേബ്യയും ഹൂതികളും തമ്മിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അണിയറിയൽ നടത്തി വന്നിരുന്ന സമാധാന ചർച്ചകളെ പൂർണ്ണമായും അപകടത്തിലാക്കുന്ന ഒന്നാണ്. യമൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരുപക്ഷവും ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നുവെന്ന ശുഭവാർത്തകൾ പുറത്തു വരുന്നതിനിടയിലാണ് ഈ അപ്രതീക്ഷിത വ്യതിയാനം ഉണ്ടായിരിക്കുന്നത്. ഇത് പശ്ചിമേഷ്യയിലെ നയതന്ത്ര ശ്രമങ്ങൾക്കേറ്റ കടുത്ത തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളെയും വ്യോമയാന മേഖലയെയും ലക്ഷ്യമിടുന്ന ഹൂതികളുടെ ഭീഷണി രാജ്യാന്തര തലത്തിൽ വ്യോമ ഗതാഗതത്തെയും ആഗോള ടൂറിസത്തെയും സാരമായി ബാധിക്കാൻ പോകുന്ന ഒന്നാണ്. ലോകത്തെ ഏറ്റവും തിരക്കേറിയ ആകാശപാതകളിൽ ഒന്നായ ഗൾഫ് മേഖലയിൽ ഇത്തരമൊരു ഭീഷണി നിലനിൽക്കുന്നത് വൻകിട വിമാന കമ്പനികളിൽ വലിയ ആശങ്ക പടർത്തുന്നുണ്ട്. ഭീഷണി യാഥാർത്ഥ്യമായാൽ അത് ആഗോള യാത്രാ സംവിധാനങ്ങളെയാകെ നിശ്ചലമാക്കിയേക്കാം. സൗദിയുടെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന മുന്നറിയിപ്പ് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകുമെന്ന ഭീതി പരത്തുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉണ്ടായതുപോലെ സൗദിയിലെ എണ്ണ കമ്പനികൾക്ക് നേരെ വലിയ തോതിലുള്ള ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായാൽ അത് ആഗോള എണ്ണ വിതരണ ശൃംഖലയെ വൻ പ്രതിസന്ധിയിലാക്കും. ഇത് ലോകമെമ്പാടുമുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ പോലും ബാധിച്ചേക്കാവുന്ന ഗുരുതരമായ സാഹചര്യമാണ് ഉണ്ടാക്കുക. ഭൂതകാലത്തെ ഏറ്റവും കറുത്ത ചില യുദ്ധസ്മരണകളിലേക്കാണ് ഈ പുതിയ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നത്. 2019 സൗദി അറേബ്യയുടെ ഔദ്യോഗിക എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ പ്രമുഖ പ്ലാന്റുകൾക്ക് നേരെയുണ്ടായ മാരകമായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് സമാനമായ ഒരു സാഹചര്യം വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ഭീതിയിലാണ് ലോകം. അന്ന് സൗദിയുടെ പകുതിയോളം എണ്ണ ഉൽപാദനം തടസ്സപ്പെടുത്താൻ ആ ക്രൂരമായ ആക്രമണത്തിന് കഴിഞ്ഞിരുന്നു. ഈ പുതിയ ഭീഷണിക്ക് പിന്നിൽ ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ ഉണ്ടെന്നാണ് പല അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകരും വിലയിരുത്തുന്നത്. മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിനും സൗദി അറേബ്യയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനുമായി ഇറാൻ ഹൂതികളെ ഒരു പ്രോക്സി ആയുധമായി ഉപയോഗിക്കുകയാണെന്ന ആരോപണം ശക്തമാണ്. ഹൂതികളുടെ പക്കലുള്ള അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഇതിന് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സൗദി അറേബ്യൻ ഭരണാധികാരികളായ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വത്തെ നേരിട്ട് സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യവും ഹൂതികളുടെ ഈ ഭീഷണിക്ക് പിന്നിലുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ വികസന പദ്ധതികളും സാമ്പത്തിക പരിഷ്കരണങ്ങളും സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന സൗദി ഭരണകൂടത്തിന് ഈ സൈനിക വെല്ലുവിളി വലിയൊരു തലവേദനയാണ് ഉണ്ടാക്കുന്നത്. ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ സൗദി കൂടുതൽ സൈനിക നീക്കങ്ങളിലേക്ക് കടക്കാൻ ഇത് കാരണമായേക്കാം. യമനിലെ ആഭ്യന്തര യുദ്ധം മൂലം കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതം ഈ പുതിയ സൈനിക നീക്കത്തോടെ കൂടുതൽ ദുരിതപൂർണമാകാനാണ് സാധ്യത. വീണ്ടും ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ മേഖലയിലെ മാനുഷിക പ്രതിസന്ധി ഇരട്ടിയാക്കും. സമാധാനത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരാൻ യമൻ ജനത ആഗ്രഹിക്കുമ്പോഴാണ് ഹൂതികളുടെ ഈ പുതിയ പോർവിളി വരുന്നത്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ സാഹചര്യത്തെ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ സഖ്യകക്ഷിയായ സൗദി അറേബ്യയുടെ സുരക്ഷ ഉറപ്പാക്കാൻ US പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ സജ്ജമാക്കേണ്ടി വരും. ഹൂതികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ അന്താരാഷ്ട്ര സഖ്യം രംഗത്തിറങ്ങാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ചെങ്കടലിലെയും ഗൾഫ് മേഖലയിലെയും കപ്പൽ ഗതാഗത സുരക്ഷയും ഈ പുതിയ ഭീഷണി സാരമായി ബാധിക്കും. ഇതിനകം തന്നെ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്.
ഇതിന് പിന്നാലെ സൗദി തുറമുഖങ്ങളെയും ലക്ഷ്യമിടുമെന്ന് പ്രഖ്യാപിച്ചതോടെ സമുദ്രമാർഗമുള്ള ചരക്കുനീക്കം കൂടുതൽ ചെലവേറിയതും അപകടം നിറഞ്ഞതുമായി മാറും. സൗദി അറേബ്യ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളായ പേട്രിയറ്റ് മിസൈലുകൾ ഉൾപ്പെടെയുള്ളവ അതിർത്തികളിൽ കൂടുതൽ ശക്തമായി വിന്യസിച്ചുകൊണ്ട് ഹൂതികളുടെ ഏതു നീക്കത്തെയും ചെറുക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നിരുന്നാലും ഒരേ സമയം വലിയ തോതിൽ വരുന്ന ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയുക എന്നത് ഏത് അത്യാധുനിക പ്രതിരോധ സംവിധാനത്തിനും വലിയൊരു വെല്ലുവിളി തന്നെയാണ്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെയും മറ്റ് അറബ് രാഷ്ട്രങ്ങളുടെയും മധ്യസ്ഥതയിൽ അടിയന്തര ചർച്ചകൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹൂതികളെ ചർച്ചയുടെ മേശയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇറാനുമേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട്. വരും ദിവസങ്ങളിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഔദ്യോഗിക പ്രതികരണവും അവരുടെ തന്ത്രപരമായ നീക്കങ്ങളും പശ്ചിമേഷ്യയുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കും. സമാധാന ചർച്ചകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഇരുപക്ഷവും യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചാൽ അത് ഗൾഫ് മേഖലയെ വൻ നാശനഷ്ടത്തിലേക്ക് തള്ളിവിടും. ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തെ നേരിടാൻ ഗൾഫ് രാജ്യങ്ങളെല്ലാം തന്നെ തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കുകയാണ്. വാക്കും നോക്കും പിഴച്ചാൽ ഏതു നിമിഷവും കനത്ത യുദ്ധത്തിലേക്ക് വഴിമാറുമെന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിലെ സമാധാനം നിലകൊള്ളുന്നത്. കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ ഒഴിവാക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ വിജയിക്കുമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം പ്രതീക്ഷിക്കുന്നത്.